ഇതാര് ദുൽഖറോ? മര്യാദക്കൊക്കെ വന്നാ മതി, വലിയ ഇൻട്രോ ഒന്നും വേണ്ട. എന്നാ നമുക്ക് പോയാലോ? വാ പോവാ. നമുക്കൊരു ചായ കുടിച്ചാലോ? കുടിക്കാലോ. ആ വേണോ കാക്കുചാട്ടം തട്ടോ വേണോ ഉത്തപ്പം വേണോ തന്നെ ബോണ്ട വേണോ കാക്കുചാട്ടം തന്നോ. ചേട്ടാ ഒരു ചായ. എന്നാ എന്നാ കുടിച്ചോ. താങ്ക്സ് ബ്രോ. ഞാനത് എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചേക്കായിരുന്നു. ഓ അപ്പോൾ ശരി. എന്താ അല്ലേ? ഏതാടി സാധനം? നീ ഇത് കണ്ടിട്ട് എന്തായാലും പറയാൻ വരട്ടെ. അവൻ എന്താ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അവൻ വലത്തോട്ട് പേപ്പർ എറിയും, ഇടത്തോട്ട് പേപ്പർ എറിയും. മൂന്നാമത്തെ വീട്ടിൽ പെണ്ണുണ്ടോ നോക്കും, പക്ഷെ അവളെ കാണില്ല. അപ്പോൾ പിന്നെ വിഷ്ണുവിൻ്റെ മുഖത്ത് പേപ്പർ എറിയും. ആരേ വിഷ്ണു? വിഷ്ണു നിർത്ത്. ഈ സീൻ വേണ്ട. എടാ നല്ലൊരു മാസീനായിരുന്നല്ലോ. അത് പിന്നെ ഹീ സീനാവും. എന്നാ നിനക്ക് മെറിനെ പരിചയപ്പെടുത്തരാം. ആരേ മെറിൻ? നമ്മുടെ വിഷ്ണു ലൈൻ. ചേരുന്നു നാം ഈ പാതയിൽ ഒരായിരം ഒരു മിനിറ്റ്. തിരകൾ പോലെ ഓ ഇവളാ. ഞാൻ ഇന്നലെ നിന്നെ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നീ എവിടെയായിരുന്നു? നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ഉറങ്ങിപ്പോയടാ. ഈയിടെയായിട്ട് നിന്റെ ഉറക്കം കുറച്ച് കൂടുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നിന്റെ ലാസ്റ്റ് സീറ്റ് രാത്രി 2:30 അതോ? അതൊക്കെ നീ ഇപ്പൊ നോക്കി തുടങ്ങിയ? നിന്നല്ലാണ്ട് പിന്നെ ഞാൻ ആരെ പിന്നെ നോക്കണ്ടേ? അത് ഞാൻ ഉറക്കത്തിന്ന് പെട്ടെന്ന് എനിറ്റപ്പോ നോക്കിയതാ. നീ വല്ലാണ്ട് പമ്പിയൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുണ്ട്. ഇതൊക്കെ വേറെ വല്ല പൊട്ടന്മാരോട് പറഞ്ഞു. നീ എന്നോട് പറയണ, നീ മനസ്സിലായ? നിനക്ക് വാട്സപ്പിൽ കയറാം. നിനക്ക് എന്നെ മിസ് കോൾ ആണോ തിരിച്ചു വിളിക്കാൻ പറ്റില്ലല്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലേ ശ്രദ്ധിച്ചില്ലാന്ന്. പിന്നെയും കുത്തി ചോദിക്കണ എന്തിനാ? എന്നാ ശരി, ഞാൻ ഇനിയൊന്നും പറയണില്ല. ശരി. ഹലോ ഹലോ. ആ പറയടാ. എവിടെ കുട്ടാ? നമുക്ക് റൈഡിന് പോണ്ടേ? ഞാനല്ലടാ, ഇന്നൊരു മൂടില്ല. നിങ്ങൾ പമ്പ് ചെയ്തോ. ഒളിപ്പിക്കാണില്ലേ? ശരിയപ്പോ ശരി എന്നാ പമ്പി വാടാ പോവാം. നമുക്ക് പോവാം. മൂന്ന് മിസ് കോളാ. ഹലോ. ഓ ദേഷ്യം വന്നാ നിനക്ക് ഫോൺ കട്ട് ചെയ്യാനൊക്കെ അറിയാലേ? ഞാൻ
വേണമെന്ന് വെച്ച് കട്ട് ചെയ്തല്ലേ, എന്റെ ഫ്രണ്ട്സ് വന്നോണ്ട് കട്ട് ചെയ്തതാ. ഓ എന്നെക്കാളും വലുത് ഫ്രണ്ട്സ് ആവും. ഓ എന്റെ ദൈവമേ. ശരി ഡി, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, ഒരാളെ കാണാണ്ട്. ബൈ. ശരി ബൈ. വിഷ്ണുവേട്ട എന്നെ അമ്പലത്തിൽ കൊണ്ടാക്ക്. ഒന്ന് കടന്നു പോയിടെ അവിടുന്ന്. ഓ വിഷ്ണുവേട്ട ഓ ഇത് ശരിയാവില്ല. ഡാ അവൻ എന്താ ക്ലോക്കിലോട്ട് നോക്കി പോയേ? അതൊക്കെ നിനക്ക് പിന്നെ മനസ്സിലാവും. ഇനി ഞാൻ നിനക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ആളൊരു കൊടും ഭീകരനാ. ഓ പേര് റമീസ്. റമീസോ? ആ ഇന്നത്തോടെ അവൻ്റെ പണി തീർക്കണം. കുറെ നാളെ അവന്മാർ തുടങ്ങിയിട്ട് ഇനി അവന്മാർ നമ്മളോട് കളിക്കണം. വാടാ തീർത്തിട്ട് വരാം. എടുക്കടാ. ഞാൻ നിന്നോട് എപ്പോഴും പോകണം പറഞ്ഞല്ലേ? പറ്റിപ്പോയി അളിയാ. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്, വാ നമുക്ക് പോവാം. ഫോൺ എടുക്കാവോ? ഒലിപ്പിച്ചിരിക്കാവും തേണ്ടി. ഹലോ ഹലോ, ആ അളിയാ, എവിടെ? സുഖലടാ നിനക്ക്? ഇത്ര നാളായിട്ട് വിളിച്ചിട്ട്. നിനക്കോ നമ്മളെ വേണ്ട, എനിക്കങ്ങനെയാണോ? നീ വെറുതെ വിളിക്കില്ലല്ലോ, കാര്യം പറയ്. ഓ കള്ളൻ കണ്ടുപിടിച്ച്. എടാ അളിയാ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാ, സെബിനോ എന്നാണ് അവൻ്റെ പേര്. അവനൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട്. അവർ തമ്മിൽ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടല്ലേ. അവർ ചാറ്റ് ചെയ്ത് ലൈനതാ. ഞാനിപ്പോൾ വിളിച്ചതെന്തിനാണെന്ന് വെച്ചാൽ അവർ തമ്മിൽ നാളെ ആദ്യമായി കാണാൻ പോവാ. അപ്പോൾ അവരാണെങ്കിൽ ഇച്ചിരി നാണമൊക്കെ ഉണ്ട്. അപ്പോൾ നീ ഒന്ന് അത് മാറ്റി കൊടുക്കണം. നീയാണെങ്കിൽ ഈ കാര്യത്തിൽ വലിയ പുള്ളിയാണല്ലോ. മധുര മധുര തള്ളലൊക്കെ മധുര മോനെ. നീ നാളെ ഒന്ന് വരണം, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി തരണം. അത്ര മതി. ശരിയടപ്പോ. ഏതാടി തടിയൻ? അത് മരുന്ന് പിന്നാലെ നടക്കണ്ട വളയോ? പിന്നെ നീ കാണ്. താൻ കൊറേ കാലായാലും എന്റെ പുറകെ നടക്കുന്നത്. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അതിപ്പോ
നിന്റെ പിന്നാലെ നടക്കാനല്ല. ഓ കൂടെ നടക്കാനാവൂലേ? താൻ എന്റെ പിന്നാലെ നടക്കണ്ട, കൂടെ നടക്കണ്ട. നമ്മളൊക്കെ വീട്ടുണ്ടാ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോ. ഒന്ന് പോട പട്ടി. അപ്പൊക്കെ പറഞ്ഞ പോലെട്ടാ. എന്താളിയാ ഇപ്പൊ സീൻ എങ്ങനെ? പഴയ പോലെ തന്നെയല്ലേ? വ്യത്യാസമൊന്നും ഇല്ലല്ലോ. എത്ര നാളെയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. എന്നിട്ട് അവൾക്കത് മനസ്സിലാവുള്ളല്ലോ. അവളോട് പോവാൻ പറയടാ. നീ വിഷമിക്കല്ലേ, നമുക്ക് അതിന് തിന്നിട്ട് വരാം. വാ അല്ലെങ്കിൽ നമുക്ക് രാധാകൃഷ്ണൻ പോയാലോ? സഫയറാക്കിയല്ലോ നമുക്ക്. നിന്റെ ചെലവാട്ടെന്ന് രാധാകൃഷ്ണൻ മതി എന്നാ. ഹലോ, ഹായടാ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് സെബിനോ. ഹായ്. ദാ ആളെത്തിയിട്ടുണ്ട്. എന്താ സംശയം വെച്ചാൽ ചോദിച്ചു മനസ്സിലാക്കിക്കോ. നിന്റെ എഫ് ലവ് ആണത്? നിന്റെ ഫസ്റ്റ് ലവ് ആണോന്ന്? ആ, ചാറ്റിലൂടെ മാത്രം പമ്പ് ചെയ്താ പോരാ, നേരിട്ട് കാണുമ്പോൾ പമ്പ് ചെയ്യണം. പേടിക്കാണ്ട് പോട ചക്ക. എന്തുട്ടത്? പേടിയൊന്നുമില്ലടാ, എന്നാലും ചെറിയൊരു ഭയം. രണ്ടിന്റെ ഓർത്ത് ഒന്നട കുട്ട. എത്ര നേരമാണ് വെയിറ്റ് ചെയ്യണ്? അവിടെ നിന്ന് അങ്ങനെ വരുമോ? ഡാ അവളെത്തിയടാ. എന്നാ വാ. പേടിണ്ടാ മച്ചാ? ഏയ് എവിടുന്ന്? എന്നാലും ലേശം. ഓൾ ദ ബെസ്റ്റ്. എന്തോ റോസ്. അല്ല, നിങ്ങൾ തമ്മിൽ അറിയോ? അറിയോന്നാ? എനിക്ക് നിന്നെ പണ്ടേ സംശയം ഉണ്ടായിരുന്നേ. എപ്പോൾ വിളിച്ചാലുള്ളൊരു ബിസി. നീ അപ്പോൾ സെബാനെ പറ്റിക്കാറൊന്നുമില്ലേ? നിന്റെ ശരിക്കുള്ള പേരെന്താടി? പറഞ്ഞ പോലെ സെബീനെ അവൾ പറ്റിക്കായിരുന്നില്ലേ? അവളുടെ ശരിക്കുള്ള പേരെന്താ? മറിൻ റോസ്. അവളിപ്പോ ഒരു പ്രത്യേകതര സിറ്റുവേഷനിലായിരിക്കില്ലേ? അത് പിന്നെ പറയാനുണ്ടാ? കള്ളി പൊളിഞ്ഞു എന്ന് പറയുമോ ഒരു പെണ്ണിനുണ്ടാവുന്ന അവസ്ഥ. അവള് പറ്റിച്ചവർ അവളെ ചുറ്റും കൂടി അവർ സത്യം പറയുമ്പോൾ അവൾക്കുണ്ടാവുന്ന അവസ്ഥ അതൊരു ഒന്നൊന്നര അവസ്ഥ മോനെ. അത് നമ്മുടെ പേപ്പറിന്റെ പയ്യല്ലേ പ്രതീക്? അവനെന്താ ഇവിടെ കാര്യം? അതൊക്കെ ഉണ്ട്, നീ കാണു. എടാ എനിക്കൊരു കൺഫ്യൂഷൻ. ഇത് ഓൾറെഡി കഴിഞ്ഞതല്ലേ? അതെ. പിന്നെ എന്തിനാ പേപ്പർ നടക്കണേ? എല്ലാവർക്കും അവരുടേതായ ഒരു വിഷമങ്ങളില്ലേ? അവനവൻ്റെ ഓർമ്മകൾ പുതുക്കാനായി സൈക്കിൾ മേട് നടക്കുക. കൊള്ളാം. നീന്തോടെ? നീ ഏതറാ? ഞാനാ. കാണില്ലോ. എവിടെ പോയി കിടക്കാണാവോ? ദേടാ അവള് തന്നെ. അല്ല, നീ റിപ്ലൈ ഒക്കെ തരാന്ന് പറഞ്ഞിട്ട്? ആദ്യം നിന്നിന്റെ തടിയൊന്ന് കുറച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ശരി. കുറയ്ക്കണം. അപ്പോ തടി കുറയ്ക്കാനാണോ സൈക്കിൾ ചവിട്ടി നടക്കണേ? ആടാ പാവം, വയറ് കുറയ്ക്കാനും തടി കുറയ്ക്കാനായി പിന്നെ അവൻ എല്ലാ സ്ഥലത്തേക്കും സൈക്കിളുമേർന്നു. എന്താ ചെയ്യാ?
അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണ്ടേ? അവിടെ എന്തൊരു ആൾക്കൂട്ടം ഇവിടെ മരുന്നല്ലേ അത്? തന്നെയാടത്. അല്ല എന്തോടെ പ്രശ്നം? ഇതിനൊന്നൊരു അവസാനമില്ലേ? ഇനി ഇവിടെ നിന്ന് ഇവന്റെ ഡയലോഗ് കേൾക്കേണ്ടി വരും. വാ നമുക്ക് പോവാം. ഡാ നമ്മുടെ സബാനും പ്രതീകിനും പിന്നെ എന്താ ഉണ്ടായേ? സെബാനാണെങ്കിൽ അവൻ്റെ ഫസ്റ്റ് ലവ് ആയിരുന്നല്ലോ, അത് പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവനടുത്ത കച്ചി തുരുമ്പ് കിട്ടിയേ. അടിക്കണ ഇതെങ്കിലും ശരിയാവണേ ഈശ്വരാ. ഇവൻ നന്നാവില്ല. എന്നാലും ഒരു പെണ്ണിങ്ങനെയൊക്കെ പാവം വിഷ്ണു, സെബീന, പ്രതീക്. നീ അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ. ഇതിൽ വേറൊരാളുണ്ട്, അവനെന്താ ചെയ്ത് നീ ഒന്ന് കാണ്. നീയൊക്കെ ഒരു പെണ്ണാണടിയെ. അപ്പൊ ആണുങ്ങളും മോശക്കാരൊന്നല്ലേ? ആ, അവന് മുമ്പേ അറിയായിരുന്നു ഇത് ശരിയാവില്ല എന്ന്. അതുകൊണ്ട് അവൻ മുമ്പേ അവളെ തട്ടിയേർപ്പിച്ചു. അവനിത് ഫൈനൽ ലവ് പറഞ്ഞല്ലോ, അവൾക്ക് വേണ്ടി നടന്നിട്ട് പിന്നെ അവന് ഒരു ഉപകാരം ഉണ്ടായി. എപ്പോഴും ഒരു സൈക്കിൾ റേസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അതിലവന് ഫസ്റ്റ് പ്രൈസും ക്യാഷ് അവാർഡും കിട്ടി. ഓ, അപ്പൊ അവൻ അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ലേ? പിന്നെന്തുണ്ടായി? പിന്നെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നീ എല്ലാവരെയും പറ്റിക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആരൊക്കെ നിന്നെ വെറുത്താലും എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടാ. എന്നാലൊരു ഡയലോഗിൽ പെണ്ണെല്ലാം വീഴുവോ? കുറെ നാള് പിന്നാലെ നടന്നതല്ലേ, പിന്നെ അവൾക്കും കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു അവനോട്. ആ, ഓ, കൂടെ നടക്കാനാവൂലേ? താൻ എന്റെ പിന്നാലെ നടക്കണ്ട, കൂടെ നടക്കണ്ട. ഇതേക്കും കാട് നിറച്ച് തേക്കാലേ. മെറിൻ ഡാ നമുക്കിത് ഷോർട്ട് ഫിലിം ആക്കിയാലോ? ഷോർട്ട് ഫിലിം ആക്കാം. അപ്പൊ ആര് ഡയറക്റ്റ് ചെയ്യും? ഡയറക്ഷനോ? അത് നമുക്ക് ചെയ്താലോ? അപ്പൊ ആര് പ്രൊഡ്യൂസ് ചെയ്യും? അതാക്കിയില്ല രാമൂസ് മാണി. അപ്പൊ ക്യാമറ? അത് പിന്നെ നമ്മുടെ ആദർശ് ചെയ്യല്ലോ. മ്യൂസിക് ആയിരുന്നു പിള്ളേരും. ചേരുന്നു നാം ഈ പാതയിൽ, ഒരായിരം തിരകൾ പോലെ കാൽപ്പാടുകൾ നാട്ടിടാം പുലരിതൻ വഴിനീളെ. പുതിയൊരാവേശം, പുതിയൊരാരവം, വെണ്ണിലേക്കുയരും നാം ഒന്നായി. ഒരായിരം
സ്വപ്നങ്ങളുമാ ഒരായിരം മനസ്സുകൾ. Gonna burn the floor, gonna live a life, we're gonna party out loud. Listen to the sound, beating it out, we're gonna shout it out loud. Gonna burn the floor, gonna live a life, we're gonna party out loud. Listen to the sound, beating it out. ഈ കാറ്റു തേടുന്നു പുതിയൊരു കൂട്ടിനാ, ഈ രാഗം തേടുന്നു പുതിയൊരു താളത്തിനാ. ചിറകുകളുള്ള നാം പറക്കാതെ ചെല്ലുകൂട്ടിലിൽ ഇനി ഉയരാം ഒരു സ്വരമാ. പുതിയൊരാവേശം പുതിയൊരാരവം വെണ്ണിലേക്കുയരം നാം ഒന്നായി. ഒരായിരം സ്വപ്നങ്ങളുമാ ഒരായിരം മനസ്സുകൾ. Gonna burn the floor, gonna live a life, we're gonna party out loud. Listen to the sound, beating it out, we're gonna shout it out loud. Gonna burn the floor, gonna live a life, we're gonna party out loud. Listen to the sound, beating it out.